പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് NISൻ്റെ 2024 ഏപ്രിൽ റിസൾട്ട് വന്നു. ഇനി പലർക്കും സംശയമാണ്, ഇക്വലൻസി സർട്ടിഫിക്കറ്റ് വേണോ, എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ടാണ്. അതിൻ്റെ സംശയങ്ങൾ ഞാൻ ഇവിടെ വെച്ച് തീർക്കാം എന്നുള്ളതാണ്. ഓക്കെ, ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം, ഇക്വലൻസി സർട്ടിഫിക്കറ്റ് സാധാരണ നമ്മുടെ ഗവൺമെൻറ് ജോബുമായി ബന്ധപ്പെട്ട് PSC മേഖലയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികൾ മാത്രം ഇക്വലൻസി സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുത്താൽ മതി. അത് നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററിൽ നിന്ന് ലഭിക്കണം. ഓക്കെ, അത് നിങ്ങൾക്ക് PSC ലിസ്റ്റിൽ വരുമ്പോഴത്തേക്കും ഇക്വലൻസി ഉണ്ടാക്കിയാൽ മതി. പക്ഷേ നമ്മൾ 5 വർഷത്തെ വാലിഡിറ്റിൻ്റെ ഉള്ളിൽ അത് ഉണ്ടാക്കേണ്ടതാണ്. ആ വാലിഡിറ്റി കഴിയുന്ന മുമ്പ് തന്നെ എല്ലാവരും അത് നിർബന്ധമായി ഉണ്ടാക്കണം. PSCക്ക് വേണ്ടി കോച്ചിങ് പോകുന്നവർ, PSCയുമായി ബന്ധപ്പെട്ട് എക്സാം എഴുതുന്ന ആളുകൾ മാത്രം എന്ത് ചെയ്താൽ മതി, ഇക്വലൻസിയുടെ ആവശ്യമുള്ളൂ. അല്ലാത്തവർക്കൊന്നും ഇക്വലൻസിയുടെ ആവശ്യമില്ല. ജസ്റ്റ് ഒരു ഡിഗ്രി എടുക്കുക, അല്ലെങ്കിൽ PG എടുക്കുക, അല്ലെങ്കിൽ ഗൾഫിലേക്ക് പോവുക, അല്ലെങ്കിൽ പ്രൈവറ്റ് മേഖലകളിൽ ഏതെങ്കിലും ജോലിയുടെ പ്രൊമോഷൻ, അവർക്കൊന്നും എന്ത് വേണ്ട, ഇക്വലൻസിയുടെ ആവശ്യമില്ല. അവരതിന് മെനക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരുപാട് ഫോർമാലിറ്റികളുണ്ട്, അത് പ്രകാരം മാത്രമേ അത് കിട്ടുള്ളൂ. പെട്ടെന്ന് നമുക്ക് കിട്ടാൻ പ്രയാസമാണ്. പിന്നെ വരുന്നത് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റാണ്. എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് സാധാരണ യൂണിവേഴ്സിറ്റി ഡിഗ്രി ചെയ്യുമ്പോഴാണ് നമ്മൾ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യേണ്ടത്. എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലാത്ത യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി. ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ഡിഗ്രി എടുക്കുകയാണെങ്കിൽ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. ഡയറക്റ്റ് നമ്മുടെ മാർക്ക് ലിസ്റ്റ് വെച്ചിട്ട് അപ്ലൈ ചെയ്യുക. അവിടെ ഇക്വലൻസി എലിജിബിലിറ്റി ആവശ്യമില്ല. മറ്റുള്ള എല്ലാ യൂണിവേഴ്സിറ്റിയിലും, ശ്രീനാരായണ, അതേപോലെ തന്നെ കാലിക്കറ്റ്, കേരള, MG ഇതുപോലുള്ള യൂണിവേഴ്സിറ്റിയിലൊക്കെ നമ്മൾ ആദ്യം ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എടുക്കണം. കാരണം നമ്മൾ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഇക്വലൻസി ആവശ്യമാണ്. അതുപോലെ നമ്മൾ പ്രൂഫ് വെരിഫിക്കേഷൻ്റെ സമയത്തും ഇക്വലൻസിയുടെ ഒറിജിനൽ എലിജിബിലിറ്റിയുടെ ഒറിജിനൽ ആവശ്യമാണ്. അതുകൊണ്ട് യൂണിവേഴ്സിറ്റി ഡിഗ്രി എടുക്കുന്നവർ, ഇഗ്നോ യൂണിവേഴ്സിറ്റി അല്ലാത്ത യൂണിവേഴ്സിറ്റി ഡിഗ്രി എടുക്കുന്നവർ, അത് റെഗുലർ ആയിക്കോട്ടെ ഡിസ്റ്റൻസ് ആയിക്കോട്ടെ, അവർക്ക് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അത് നിങ്ങൾ ഡിഗ്രി എടുക്കുന്ന സമയത്ത് നമ്മളത് അപ്ലൈ ചെയ്ത്, ആർക്കെങ്കിലും ഡിഗ്രി അഡ്മിഷൻ വേണമെങ്കിൽ ആ സമയത്ത് നമ്മളത് തന്നെ നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് തരും. ഒരു 1 വീക്കിനുള്ളിൽ നിങ്ങൾക്കത് ലഭിക്കുകയും ചെയ്യും. ഓക്കെ, അത് നമുക്ക് പ്രയാസമുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളല്ല. ഏത് വിദ്യാർത്ഥി ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ എലിജിബിലിറ്റിക്ക് നമ്മൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വേണം. ആ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു.